പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചം ദൈവം മനോഹരമായി നമുക്കായി സൃഷ്ടിച്ചു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവിടെ ചീവീടുകളുടെ സൗണ്ടുണ്ട്, മറ്റ് പല പല ചെറിയ ചെറിയ പ്രാണികളുടെ ഒച്ചയുണ്ടല്ലേ. പല പ്രാണികളും നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ അവയെല്ലാം ഇല്ലേ? അവിടെ ഉണ്ടല്ലോ. അതായത് അവയ്ക്കും എല്ലാത്തിനും ഓരോന്നിനും അതിൻ്റെതായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. എല്ലാത്തിനും അനുയോജ്യമായ രീതിയിൽ ഓരോരോ കാര്യങ്ങൾ അവർക്ക് വസിക്കാൻ വേണ്ടി ആ രീതിയിലാണ് ദൈവം പ്രപഞ്ചത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നവരും കാണാത്തവരും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ ജീവജാലങ്ങളുണ്ട്. മനുഷ്യർ തന്നെയാണെങ്കിലും നമുക്കറിയാം എത്രയോ രാജ്യങ്ങളുണ്ട്, എത്രയോ ഭാഷകളുണ്ട്, എത്രയോ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുണ്ട്. അതായത് ഒരുപാട് വെറൈറ്റിയാണ് അല്ലേ. നമുക്ക് ചുറ്റും ഒത്തിരിയേറെ വെറൈറ്റി ഉണ്ട്. നമ്മൾ തന്നെ വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ഒത്തിരിയേറെ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും ആചാരങ്ങളും രീതികളും അതുപോലെ ജീവജാലങ്ങളിൽ പോലും ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അതാണ് ആ ഒരു വൈവിധ്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പം നമ്മൾ ആരും ഇവിടെ ഒറ്റയ്ക്കല്ല, തനിച്ചല്ല, പരസ്പരം ബന്ധപ്പെട്ട് കഴിയുന്ന മനുഷ്യര്. മനുഷ്യൻ മൃഗങ്ങളുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, മനുഷ്യനും തമ്മിൽ ബന്ധമുണ്ട്, മനുഷ്യൻ ചെടികളും തമ്മിൽ ബന്ധമുണ്ട്. ഇത് എല്ലാം ഒരു പരസ്പര പൂരകത്തിലായിട്ട് ജീവിക്കുമ്പോഴാണ് സന്തോഷവും സമാധാനവും സ്നേഹവും അതുപോലെ സംതൃപ്തിയും നമ്മിലൊക്കെ നിറയുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്കാർക്കും നമ്മളായിട്ട് അല്ലെങ്കിൽ നമ്മൾ തനിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. എപ്പോഴും ഒരു പൂർണ്ണത കൈവരുന്നത് നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോഴാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിലായിരിക്കുന്നു, നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ അകത്തോടെ എന്താ സംഭവിക്കുന്നത്? പലരും പല ആശയങ്ങൾ വരുന്നു. അപ്പോൾ നമ്മൾ ക്രോഡീകരിച്ചൊരു മനോഹരമായ ഒരു ആശയത്തിലേക്ക് എത്തിക്കുന്നു. ആ ഒരു പൂർണ്ണത അല്ലെങ്കിൽ ആ ഒരു ഒരുമ നമുക്ക് ദൈവത്തിലും കാണാൻ പറ്റും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം എന്നാണ് പറയുക. അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ ദൈവം ഒന്നാണ്. ദൈവം അതുപോലെ തന്നെ നമ്മെയും ഈ പ്രപഞ്ചത്തിലേക്ക് സൃഷ്ടിച്ചയച്ചപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആ പ്രപഞ്ചവുമായിട്ടും നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളുമായിട്ടും സസ്യലതാദികളായിട്ടും ഒക്കെ ഒരു ബന്ധം, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഓരോ ദിവസവും ഓരോ പുതിയ എപ്പിസോഡിലൂടെ ഓരോ പുതിയ ചെടിയെപ്പറ്റി പരിചയപ്പെടുമ്പോഴും ആ ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നു വരാനായിട്ട്, ഇതുവരെ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചെടിയെ വെറും ഒരു ചെടിയായി കണ്ടെങ്കിൽ ഇനിയും അത് എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്, എൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണത, ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ദൈവം എനിക്കായി ക്രമീകരിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം തരുന്ന ഓരോ അവസരങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക്, തൊടിയിലെ സൗഖ്യത്തിലേക്ക് നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മറ്റൊന്നുമല്ല, മഞ്ഞൾ. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞളാണ്. ഈ മഞ്ഞളിനും ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ഔഷധ പ്രയോഗങ്ങളുമുണ്ട്. നമ്മളിന്ന് പരിചയപ്പെടുന്ന മഞ്ഞളിനെയാണ് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ സാധാരണ എപ്പോഴും
മഞ്ഞൾ പൊടിയായിട്ടൊക്കെയായിരിക്കും വീട്ടിൽ ഉപയോഗിക്കുന്നത്. മഞ്ഞളുടെ ചെടി എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് മഞ്ഞളുടെ ചെടി. ഇതിൻ്റെ റൈസും, അതായത് നമ്മുടെ അതിൻ്റെ അടിയിലുണ്ടാകുന്ന കിഴങ്ങ് പോലത്തെ, അതാണ് നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത്, ആഹാരത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ഒരു 8-10 ഇല ഒരുമിച്ചിങ്ങനെ വരും. അതിങ്ങനെ 2 സൈഡിലേക്കും വന്ന് അങ്ങനെ വിരിഞ്ഞ് നിൽക്കുക ചെയ്യുന്നത്. ചെടി പാകമായി മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ നടുക്കുന്നൊരു പൂക്കുല ഉണ്ടായി വരാറുണ്ട്. ഒരു കൂവയുടെയൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചിലർ കണ്ടിട്ടുണ്ടാകും. കൂവയുടെ പൂവൊക്കെ പോലെ വരും, ഒരു ചെറിയ കൊലയായിട്ട് വരും. അത് ചെറിയ ചെറിയ പൂക്കളുണ്ടാവും. അത് നമ്മളൊന്നിനും ഉപയോഗിക്കുന്നില്ല. നമ്മളിതിൻ്റെ കിഴങ്ങാണ്, അതിൻ്റെ വിത്താണ് നമ്മൾ, അതിൻ്റെ പ്രഗന്ധം, അതാണ് നമ്മൾ ഔഷധത്തിനായിട്ട്, റൈസും അതാണ് നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ ഈർപ്പവും തണുപ്പുമുള്ള കാലാവസ്ഥകളൊക്കെ ധാരാളമായിട്ട് വളരും. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ എവിടെ നട്ടാലും ധാരാളമായിട്ട് വളർന്നു വരും. ഇഞ്ചിയൊക്കെ നടുന്ന പോലെ തന്നെ ചെറിയ തടങ്ങളായിട്ട് നമ്മൾ ചെറിയ കുഴി കുത്തിയിട്ട് നമ്മൾ നട്ടുവിടുക. അത് അതിൻ്റെ ഒരു മെയിനായിട്ടൊരു പ്രഗന്ധമുണ്ട്. അതിലും ചെറിയ ചെറിയ വേറെ കണ്ടങ്ങളും വരുന്നുണ്ട്. അതിൽ ആ മെയിൻ പ്രഗന്ധമാണ് നമ്മൾ സാധാരണ ഇതിൽ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ചെറുതായിട്ട് അതിൽ നിന്ന് രണ്ടാമതായിട്ട് മുളച്ചു വന്ന റൈസോംസാണ് നമ്മൾ ആഹാരത്തിനായിട്ടും ഔഷധത്തിനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്. നല്ല മഞ്ഞ കളറാണ്, ഞാൻ പറയാതിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ ചില കേസുകളിൽ നമ്മളിതിൻ്റെ ഇലയും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെപ്പറ്റി നോക്കുമ്പം സാധാരണ ഒരു ഏപ്രിൽ മെയ് മാസം, അതായത് പുതുമഴ പെയ്യുന്ന സമയത്ത് നട്ടു കൊടുക്കുന്നു. ഒരു 4-5 മാസം കൊണ്ട് പാകമായി കഴിയുമ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ പഴുത്ത് വീണു പോവും, മാഞ്ഞു പോവും. പിന്നെ നമുക്ക് നട്ട സ്ഥലം അറിയത്തുണ്ടാവില്ല. ആ സമയത്ത് നമ്മളിത് പറിച്ച് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. നമ്മൾ സാധാരണഗതിയിൽ ഉണങ്ങിയിട്ടാണ് ആഹാരത്തിനൊക്കെ പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഒരു നല്ല മഞ്ഞ കളറാണല്ലോ. അതിൻ്റെ കാരണം ഇതിൽ കുർക്കുമിൻ എന്നൊരു വസ്തു അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിന് കളർ കൊടുക്കുന്ന പ്രധാനപ്പെട്ട വസ്തു. ഇത് മുമ്പൊക്കെ കളറിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. വസ്ത്രങ്ങൾക്കൊക്കെ കളർ കൊടുക്കാൻ വേണ്ടി, നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം സിന്തറ്റിക് പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് അത്ര ഉപയോഗിക്കുന്നില്ല, പക്ഷെ മുമ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പച്ചയ്ക്ക് ഇതിൻ്റെ പ്രഗന്ധം മുറിച്ചാൽ നമുക്കറിയാം ഒരു ചെറിയൊരു എണ്ണ ഊറി വരുന്ന കാണാൻ പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. നമ്മൾ പുഴുങ്ങിയൊക്കെ ഉണങ്ങുമ്പോൾ സാധാരണ അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ആഹാരത്തിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുമ്പം പൊടിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പച്ചയ്ക്ക് തന്നെ ചെറുതായി അരിഞ്ഞ് ഉണങ്ങി ഉപയോഗിക്കുകയായിരിക്കും ബെസ്റ്റ്. അത് ഒരു സമയം നോക്കി, അതായത് പക്കം നോക്കി വാവൊക്കെ നോക്കിയിട്ട് നമ്മൾ പറിച്ച് അരിഞ്ഞ് നന്നായിട്ട് തണലിൽ ഉണങ്ങി സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യം പോലെ പൊടിച്ചെടുത്താൽ മതി. നമുക്ക് എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു ആയുർവേദത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഹരിദ്ര എന്നാണ് ആയുർവേദത്തിൽ പറയുക. ഹരിദ്ര എന്നാണ് ഇതിൻ്റെ ആയുർവേദത്തിലെ സംസ്കൃതത്തിലുള്ള പേര്. ഹരിദ്രയെ പറ്റി പറയുന്ന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഹരിദ്ര മേഹഹരാണം. മേഹം മീൻസ് പ്രമേഹം, അതായത് പ്രമേഹത്തിലുള്ള അഗ്ര ഔഷധം. അതായത് ചില അസുഖങ്ങൾക്ക് ഓരോ ദ്രവ്യങ്ങൾ അഗ്ര ഔഷധമായിട്ട്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ദ്രവ്യമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഹരിദ്ര, അതായത് മഞ്ഞളിനെ പറ്റി പറയുന്ന പ്രമേഹത്തിന് ഏറ്റവും ബെസ്റ്റ് ഔഷധിയാണ് ഈ മഞ്ഞളെന്നാണ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അതായത് ഒരു പ്രമേഹം വരാനുള്ള ടെൻഡൻസി ഉള്ള ഫാമിലിയാണ് നമ്മുടെ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. പ്രമേഹം വരാതിരിക്കാൻ മുൻകരുതലായിട്ട് ഓരോ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രാവിലെ സ്വല്പം തേനിൽ കുഴച്ച് ദിവസം കഴിക്കുക. ഓരോ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്വല്പം തേൻ ചേർത്ത് കുഴച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇത് ഒരു പ്രമേഹം വരാതിരിക്കാനും നല്ലതാണ്. അതുപോലെ പ്രമേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെ ആ ഒരു പ്രമേഹത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറി ഒരു രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് നെല്ലിക്കയും കൂടെ അവൈലബിൾ ആണെങ്കിൽ അതുകൊണ്ട് നല്ലതാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് നെല്ലിക്കാപ്പൊടി, ഇല്ലെങ്കിൽ നെല്ലിക്കയുടെ നീരാണെങ്കിലും ചേർക്കാൻ പറ്റും. ഇത് ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ഇതും പ്രമേഹത്തിന് അത്യുത്തമമാണ്. ഈ ഹരിദ്ര, അതായത് മഞ്ഞൾപ്പൊടിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പാൻക്രിയാസിൻ്റെ സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ട്. പാൻക്രിയാസിൽ നിന്നാണല്ലോ നമ്മുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നോർമലി. അപ്പം ആ സെല്ലുകളെ ഉത്തേജിപ്പിച്ച് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ നോർമലാക്കാനുള്ള പ്രത്യേക കപ്പാസിറ്റി ഈ മഞ്ഞളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മഞ്ഞളിൽ നമുക്ക് പ്രമേഹത്തിന് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ആഹാരത്തിലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കും. പ്രത്യേകിച്ചും ഇതൊരു ബൈൻഡിങ് കപ്പാസിറ്റി ഉണ്ട്. ഒരു മറ്റുള്ളവയൊക്കെ ചേർന്ന് അതിനെ ആവശ്യമില്ലാത്തതിനൊക്കെ ശരീരത്തിന് പുറന്തള്ളാനുള്ള കപ്പാസിറ്റി, ഒരു ബൈൻഡിങ് കപ്പാസിറ്റി. ആ ബൈൻഡ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതിനൊക്കെ ബൈൻഡ് ചെയ്തെടുത്തിട്ട് പുറന്തള്ളാനുള്ള കപ്പാസിറ്റി പ്രത്യേകിച്ചും മഞ്ഞളിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോളിനും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഒരു വിഷഹര ഔഷധമായിട്ട് നമ്മൾ മഞ്ഞളിനെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാ ആഹാരം തന്നെ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ അകത്ത് മഞ്ഞൾ ചേർക്കാറുണ്ടല്ലേ. എന്ത് ആഹാരമാണെങ്കിലും അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. അത് എന്ത് വെച്ചാലും ഈവൻ നമ്മൾ ചിലപ്പോൾ നമുക്കറിയാം ചില ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്?
അതിനകത്തെ വിഷം പോകാനായിട്ട്. അപ്പം ചെറിയ ചെറിയ എല്ലാ വിഷങ്ങൾക്കും നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു പഴുതാര കുത്തി അല്ലെങ്കിൽ ചെറിയൊരു പ്രാണി എന്തെങ്കിലും കടിച്ചു, തുളസിയുടെ നീരും അതുപോലെ തന്നെ പച്ചമഞ്ഞളുടെ അരച്ചിട്ട് അവിടെ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ കുറച്ച് തുമ്പയുടെ നീരിൽ മഞ്ഞൾ ചേർത്ത് അരച്ചിട്ടിട്ട് കൊടുക്കുക. അതൊക്കെ പെട്ടെന്ന് തന്നെ സുഖം കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ചെറിയ പ്രാണികളൊക്കെ കടിച്ച് ചെറിയ നീറ്റിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ പുറമെ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ തുളസിയിലയും മഞ്ഞളും കൂടെ അരച്ചത് ഉള്ളിൽ കഴിക്കുകയും കൂടി ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ എഫക്റ്റീവായിട്ട് വരും. ഒരു 2-3 നേരം ദിവസവും കഴിക്കാം. ഒരു 2-3 ദിവസത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്യുക. പെട്ടെന്ന് തന്നെ ക്ഷുദ്രപ്രാണികളൊക്കെ കടിച്ചതിൻ്റെ വിഷം മാറാനായിട്ട് അത് സഹായിക്കും. നമ്മളീ പലർക്കും കഫക്കെട്ടിൻ്റെ പ്രശ്നമുണ്ടല്ലേ? അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പാൽ കുടിക്കാൻ പറ്റില്ല. പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ കഫം അധികമാകും, പിന്നെ ജലദോഷമാകും, അതുകൊണ്ട് പാൽ കുടിക്കണ്ടെന്ന് വെക്കും. പക്ഷെ അതിൻ്റെ വേറെ പ്രതിവിധിയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു കാര്യം ചെയ്താൽ മതി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പാൽ കുടിക്കുക. ചായയും കാപ്പിക്കും പകരം, ചായപ്പൊടിയും കാപ്പിപ്പൊടിയും നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതിന് പകരം മഞ്ഞൾപ്പൊടി ചേർത്ത് പാൽ തിളപ്പിച്ചിട്ട് അതായത് പാലും വെള്ളം 1/2 ഗ്ലാസ് പാൽ 1/2 ഗ്ലാസ് വെള്ളം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് തിളപ്പിച്ച് രാവിലെ വൈകുന്നേരം കുടിക്കുക. ഇത് അലർജിക്ക് ഒത്തിരി നല്ലതാണ്, അതുപോലെ കഫക്കെട്ടിനും ഒത്തിരി നല്ലതാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ കഫം അധികം ആകുകയില്ല. സാധാരണയിൽ കഫം അധികമുള്ള വ്യക്തികൾക്ക് വീണ്ടും പാൽ ഉപയോഗിച്ചാൽ കഫം കൂടും. അപ്പം ഇതൊരു ബെസ്റ്റ് കഫഹാര ഔഷധമാണ് നമ്മുടെ മഞ്ഞൾ. അതങ്ങനെ ഉപയോഗിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് സൈനസൈറ്റിസ് അല്ലെങ്കിൽ കഫക്കെട്ടാണ്, മൂക്കൊലിപ്പുണ്ട്, അങ്ങനെയുള്ളവരൊരു കാര്യം ചെയ്യണം. പച്ചമഞ്ഞൾ നന്നായിട്ട് അരച്ചെടുക്കുക, പേസ്റ്റാക്കി നന്നായി അരച്ചെടുക്കുക. ഇത് ഒരു കോട്ടൺ ചെറിയൊരു പീസ് തുണിയിലേക്ക്, അതായത് ചെറിയ ടവലിൻ്റെ വലിപ്പമുള്ളൊരു തുണിയിലേക്ക്, കോട്ടൺ തുണിയിലേക്ക് നന്നായി തേച്ച് കൊടുക്കുക. അതിന് ശേഷം അത് ഉണക്കുക. ഉണങ്ങിയ ശേഷം ഇങ്ങനെ തെറുത്തെടുക്കുകയല്ലേ, തിരിയായിട്ട് തെറുത്തെടുക്കുക. ഈ തിരി നമുക്ക് ആവശ്യമുള്ള സമയത്ത് വേപ്പെണ്ണ മുക്കിയിട്ട് കത്തിക്കുക. അപ്പോൾ അതിൻ്റെ പുക വരും. ആ പുക വലിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂക്കൊലിപ്പും തുമ്മലും അലർജി പ്രശ്നങ്ങളൊക്കെ മാറും. ഇതൊരു കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യാം. കാലത്തും വൈകുന്നേരം 2 നേരമായിട്ട് ചെയ്യാം. ഒരു കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ മൂക്കൊലിപ്പും അസ്വസ്ഥതകളും ഒക്കെ മാറിക്കിട്ടും. പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് അലർജി ഉള്ളവർ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ പച്ചമഞ്ഞൾ അരച്ചത് അതിൻ്റെ കൂട്ടത്തിൽ തുളസിയുടെ ഇലയും കൂടെ ചേർത്തിട്ട് ദിവസവും രാവിലെ കഴിക്കുന്നത് ഉത്തമമാണ്. അലർജി മാറാനായിട്ട് ഒത്തിരി സഹായിക്കും. പിന്നെ ഈസ്നോഫീലിയ, അതായത് ബ്ലഡിൽ കൗണ്ട് അധികമാണെന്ന് വിചാരിച്ചോ. ഈസ്നോഫീലിയ കൗണ്ട് അധികമാണെങ്കിൽ വേപ്പിൻ പട്ടയും അതുപോലെ പച്ചമഞ്ഞളും കൂടെ ചേർത്ത് കഷായം വയ്ക്കുക. അത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ നമുക്ക് അസുഖമുള്ളപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കേണ്ട കാര്യമല്ലോ. ഒരു 60 ഗ്രാം വേപ്പിൻ പട്ടയും ഒരു 30 ഗ്രാം പച്ചമഞ്ഞൾ കൊണ്ട് എടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളത്തേക്ക് തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കി വറ്റിച്ച് കാലത്തും വൈകുന്നേരം 1/2 ഗ്ലാസ് വീതം കഴിക്കുക. ഒരു 5 അല്ലെങ്കിൽ 7 ദിവസം കഴിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ആ ഈസ്നോഫിലിയയുടെ അസ്വസ്ഥതകൾ, അലർജിയുടെ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട് നമുക്കറിയാം, മഞ്ഞളിനെ പറ്റി ചിന്തിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നതിന് സൗന്ദര്യം അല്ലേ. അതായത് ഒത്തിരിയേറെ ത്വക്കിൻ്റെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ദ്രവ്യമാണ് മഞ്ഞളെന്ന് പറയുന്നത്. മഞ്ഞൾ അരച്ച് ദേഹത്ത് മുഴുവൻ പൂശി കുളിക്കുന്നത് സ്കിന്നിൻ്റെ കളറ് നിലനിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ പാടുകൾ മാറാനായിട്ട് സഹായിക്കും. അത് നമുക്കൊരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തേന്, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പാൽപ്പാട, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തേന്, 1 ടീസ്പൂൺ പാൽപ്പാട. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് മുഖത്തും കഴുത്തിനും പുരട്ടി കൊടുക്കുക. 1/2 മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഒരു 5 അല്ലെങ്കിൽ 7 ദിവസം വരെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ സ്കിന്നിൻ്റെ ഗ്ലോ ഒക്കെ നന്നായി കൂടും. നല്ല സ്കിന്നൊക്കെ നല്ല ഭംഗിയായിട്ട് വരും. അതുപോലെ തന്നെ ആ മുഖത്തെ കറുത്ത പാടുകളൊക്കെ വരികയല്ലേ, അതൊക്കെ മാറാനായിട്ടും ഒരുപാട് സഹായിക്കും. അതുപോലെ മഞ്ഞൾ ചേർത്തുള്ള എല്ലാ, നമുക്കറിയാം ഒരുമാതിരിപ്പെട്ട ഒത്തിരിയേറെ സൗന്ദര്യ വസ്തുക്കൾ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലേ, പിന്നെ ഓയിൻമെൻറ്റ് രീതിയിൽ അങ്ങനത്തെയൊക്കെ. അതിലൊക്കെ ഒത്തിരിയേറെ സാധനങ്ങളിലും ടർമറിക്ക് അല്ലെങ്കിൽ മഞ്ഞൾ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമുക്കറിയാം, ഒരു ഗർഭിണിയൊക്കെ ആയി കഴിയുമ്പോൾ സ്ത്രീക്ക് വയറിൻ്റെ ആ ഒരു വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് വയറിലൊക്കെ സ്ട്രെച്ച് മാർക്ക് വരും അല്ലേ. പ്രസവം കഴിയുമ്പോഴേക്കും പിന്നെ മുഴുവൻ മാർക്സ് ആയിരിക്കും. അത് പിന്നെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു സ്ട്രെച്ച് മാർക്കിൽ പോകാനായിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. അതായത് ഒരു 7-8 മാസം, അതായത് നമ്മുടെ വയറ് നന്നായി വീർത്ത് വരുന്ന ആ സമയം മുതൽ ഉപയോഗിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. മറ്റൊന്നുമല്ല, മഞ്ഞൾ നന്നായി അരയ്ക്കുക, അത് വെളിച്ചെണ്ണ ചാരിച്ച് ഒരു ചെറിയ പേസ്റ്റ് പോലെ ആക്കുക. അതായത് മഞ്ഞൾ അരച്ചതും വെളിച്ചെണ്ണ കൂടെ മിക്സ് ചെയ്തൊരു പേസ്റ്റ് ആക്കുക. ഇത് വയറിൻ്റെ ഭാഗത്ത് തേച്ച് കൊടുക്കുക. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ കുളിക്കുക. ഒരു പ്രസവത്തിന് മുമ്പ്, അതായത് 7-8 മാസമൊക്കെ ഉള്ള സമയത്ത് ആഴ്ച 1 വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പ്രസവത്തിന് ശേഷം ദിവസവും അങ്ങനെ ചെയ്യുക. 1-2 മാസം വരെ ചെയ്യേണ്ടി വരും. അപ്പോഴേക്കും ആ സ്ട്രെച്ച് മാർക്കൊക്കെ മാറി നല്ല സ്കിന്ന് നല്ല സുന്ദരമായിക്കൊള്ളും. അതുപോലെ തന്നെ മുഖത്തെ രോമങ്ങൾ, ചിലർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വല്ലാതെ രോമങ്ങൾ വളരുന്നുണ്ടാവും. അപ്പം നമുക്ക് അസ്വസ്ഥതയാണ്. സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യം, ദിവസവും പച്ചമഞ്ഞൾ അരച്ചിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. രോമ വളർച്ച അധികമുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക.
അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇത് 2-3 മാസം റെഗുലറായിട്ട് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് രോമങ്ങൾ കൊഴിഞ്ഞു പോകും. അതോടൊപ്പം തന്നെ വീണ്ടും അവിടെ രോമം വരാതിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഒരു ചെറിയ മഞ്ഞളിൻ്റെ ആ കളർ അവിടെ ഉണ്ടാവും. അത് എന്തായാലും കുറച്ചുണ്ടാകും. ഞാൻ ആദ്യം പറഞ്ഞത് കളറിങ് ഏജൻ്റായിട്ട് ഒരു ഉപയോഗിക്കുന്നത് അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കളറാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആ ഒരു കളർ അവിടെ ഉണ്ടാവുന്നേ ഉള്ളൂ. അത് സാരമില്ല, നമ്മൾ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ രോമങ്ങൾ കൊഴിഞ്ഞു പോവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഗ്രാജുവലായിട്ട് അത് കൊഴിഞ്ഞു പോകാനായിട്ട് സഹായിക്കും. പ്രധാനപ്പെട്ട കാര്യം വീണ്ടും മുളച്ച് വരികയില്ല എന്നുള്ളതാണ്. നമ്മൾ വേറെ എന്തൊക്കെ മെത്തേഡ് ചെയ്താലും സാധാരണ ഇതിൽ ആ ഉള്ളതങ്ങ് പോയാലും വീണ്ടും രോമങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ ഇത് പുരട്ടുന്നത് വഴിയായിട്ട് നമുക്ക് ആ രോമത്തിൻ്റെ വളർച്ച നമുക്ക് തടയാനായിട്ട് സഹായിക്കും. നമ്മളിപ്പോൾ മഞ്ഞൾ കൊണ്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും, അതിൽ ഏതെല്ലാം രോഗങ്ങൾക്ക് മഞ്ഞൾ നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വെള്ളപ്പോക്കിനുള്ള വെള്ളപ്പോക്ക് എന്ന അസുഖം സാധാരണ സ്ത്രീകൾക്കുള്ളതാണല്ലോ. ആ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്കതിന് വേണ്ട സാധനങ്ങൾ മഞ്ഞൾ, കരിക്കിൻ്റെ വെള്ളം, പിന്നെ കൊടകൻ്റെ ഇല. ഇതാണ് നമുക്ക് അതിനാവശ്യമുള്ളത്. കൊടകൻ്റെ ഇല ഇതാണ്. നല്ല ആയിട്ടുള്ള ഇല നമ്മൾ പറിച്ചെടുക്കുന്നു. അതിനുശേഷം അതിലേക്ക് നമ്മളിത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ കരിക്ക് വെട്ടി വെള്ളം എടുക്കുന്നു. കരിക്ക് വെട്ടി വെള്ളം എടുത്തതിന് ശേഷം ആ കരിക്കും വെള്ളത്തിലേക്ക് നമ്മൾ മഞ്ഞൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്ത് നമ്മൾ ഈ കരിക്കും വെള്ളത്തിലേക്ക് നമ്മൾ ചേർക്കുന്നു. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ അരച്ച് ഉരുട്ടിയിരിക്കുന്ന കൊടകൻ്റെ ഇലയാണ് നമ്മളിപ്പോൾ നമ്മൾ ഉരുട്ടി ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ കൊടകൻ്റെ ഇല അരച്ചുരുട്ടിയത് നമ്മളിതിലോട്ട് മിക്സ് ചെയ്യുന്നു. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ശരിയായിട്ട് അരഞ്ഞ കൊടകൻ്റെ ഇല നമ്മൾ ഈ ലായനിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്ത് കുടിക്കാൻ പാകത്തിന് അത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുടിക്കുന്നു. ഇതിൻ്റെ ഡോസ് ഇങ്ങനെയാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരവും ഇതേപോലെ ഫ്രഷായിട്ടുള്ള ഈ സാധനം നമ്മൾ ഉണ്ടാക്കി രാവിലെയും വൈകുന്നേരവും നമ്മൾ ഇത് കഴിക്കുന്നു. ഒരു 1/2 ഗ്ലാസ്സോളം കരിക്കിൻ്റെ വെള്ളം ആണ് ഇതിനാവശ്യമായിരിക്കുന്നത്. അത്രയും മറ്റ് മരുന്നുകൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 9 ഇല കൊടകൻ്റെ ഇല അരച്ച് ഉരുട്ടിയത് അതും ഇതിനകത്ത് മിക്സ് ചെയ്തു. നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രാവിലെയും വൈകുന്നേരവും ഇത് കഴിക്കുക. അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഈ മിക്സ് ചെയ്ത ഈ മിശ്രിതം നമ്മൾ കഴിക്കേണ്ടത് 21 ദിവസമാണ്. അപ്പം ഒരു 7 ദിവസം അല്ലെങ്കിൽ 9 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല കുറവ് കാണും. എന്നാലും നിർത്തരുത്. അത് നിർത്താതെ 21 ദിവസത്തേക്ക് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നല്ല സൗഖ്യം കിട്ടുന്നതാണ്. പിന്നെ ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ അധികം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശരിയായിട്ടും സൗഖ്യം കിട്ടുന്നതാണ്. പുഴുക്കടിക്കുള്ള മെഡിസിനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് മഞ്ഞൾ കൊണ്ട് തന്നെയാണ് പുഴുക്കടിക്കുള്ള മെഡിസിൻ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുഴുക്കടിക്ക് മഞ്ഞൾ കൊണ്ടുള്ള ഒരു മെഡിസിൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മഞ്ഞളെടുത്ത് അരച്ച് ഉരുട്ടിയെടുക്കുന്നു. മഞ്ഞളെടുത്ത് അരച്ച് ഉരുട്ടിയത് നമ്മളിവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അതുപോലെ അതിനുശേഷം നമ്മൾ ഈ ആര്യവേപ്പിലയുടെ ഈ തണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ ഇല മാത്രം നമ്മളെടുക്കുന്നു. ആ ഇല മാത്രം എടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നു. അരച്ചുരുട്ടിയെടുക്കുന്നത് ഇത്രയും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വേണം അരച്ചുരുട്ടിയത്. ഇങ്ങനെ ഈ നെല്ലിക്ക വലുപ്പത്തിൽ അരച്ചുരുട്ടിയതിനെ നമ്മളിത് രണ്ടും കൂടെ യോജിപ്പിക്കുന്നു. ഇത് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം പുഴുക്കടിയുള്ള ഭാഗത്ത് നമ്മളത് പേസ്റ്റ് പോലെ നമ്മളിങ്ങനെ തേക്കുന്നു. നന്നായിട്ട് പുഴുക്കടിയുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ തേക്കുന്നു. അങ്ങനെ തേച്ച് വെച്ച് കഴിയുമ്പോൾ ആ പുഴുക്കടി കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ്. ഇതൊരു പ്രാവശ്യം ചെയ്താൽ പോരാ. ഒരു ദിവസത്തിലെ ഒരു 2 പ്രാവശ്യമെങ്കിലും ചെയ്യണം. അതിനുശേഷം
നമ്മൾ കുളിക്കാം. വീണ്ടും ഒരു 21 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 15 ദിവസത്തേക്കൊക്കെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇതിനുള്ളിലുള്ള ഈ പുഴുക്കടിക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ അണുക്കളുണ്ട്. ആ അണുക്കളെല്ലാം ഈ മരുന്നങ്ങ് ചെല്ലുമ്പോൾ അണുക്കളെല്ലാം പോയി നല്ല ശരിയായിട്ടുള്ള ത്വക്ക് അല്ലെങ്കിൽ ഈ ശരിയായുള്ള എപ്പോഴും ഉള്ള അവസ്ഥയിലേക്ക്, സാധാരണ അവസ്ഥയിലേക്ക് വരുന്നു. ഇത് നമ്മൾ മഞ്ഞളിനെ പരിചയപ്പെടുമായിരുന്നു അല്ലേ? ഇതുവരെ നമ്മൾ എന്താ വിചാരിച്ചിരുന്നത്? നമ്മുടെ കറിക്കൊക്കെ മഞ്ഞളും കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്നതിൽ കവിഞ്ഞ് മഞ്ഞളിനൊരു പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടില്ലായിരിക്കാം. പക്ഷേ നമ്മൾ അറിയുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ അടുക്കുമ്പോഴാണ് അതിൻ്റെ ഗുണഗണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിശിഷ്ടമായ ഔഷധ പ്രയോഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ആ ഒരു പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ബന്ധങ്ങൾ. നമ്മുടെ കുടുംബത്തിലേക്ക് ബന്ധങ്ങൾ എപ്പോഴാണ് വളർന്നു വരുന്നത്? പരസ്പരമുള്ള ആ ഒരു അടുപ്പത്തിലേക്ക് വരുമ്പോഴാണ് അല്ലേ? അതായത് അറിവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എപ്പോഴാണ്? നമ്മൾ അടുത്താകുമ്പോഴാണ്. അപ്പം ഓരോ ചെടിയും നമ്മൾ അടുത്തറിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും അടുത്തറിയുമ്പോഴാണ് അവരുടെ മഹാത്മ്യം, അവരുടെ ഗുണങ്ങൾ, അവരുടെ കഴിവുകളൊക്കെ തിരിച്ചറിയാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിലും നമ്മൾ ഓരോ വ്യക്തിയെ കാണുമ്പോൾ, അവരെ പരിചയപ്പെടുമ്പോൾ, അവരുടെ ആ ഒരു സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അവരെ മനസ്സിലാക്കുന്നു, അറിയുന്നു, ആ ഒരു ബോധത്തിലേക്ക് കടന്നു വരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ ചെടിയും നമ്മൾ പരിചയപ്പെടുമ്പോൾ, അറിയുമ്പോൾ, അതിൻ്റെ ഗുണങ്ങൾ അറിയുമ്പോൾ, എൻ്റെ ദൈവമേ എന്ത് മനോഹരമായിട്ടാണ് നീ ഈ പ്രപഞ്ചം എനിക്കായി, നമുക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് ആ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരാനാണ് നമ്മൾ ഇതൊക്കെ സഹായിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മൾ ആ ഒരു കൂട്ടായ്മയിലേക്ക്, ദൈവത്തിനോട് ആ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മുടെ എല്ലാ അറിവും എല്ലായ്പ്പോഴും എത്തിച്ചേരേണ്ടത് അവിടേക്കാണ്. കാരണം നമ്മിൽ തന്നെ ഒന്നുമില്ല. നമ്മളിപ്പോൾ എന്തായിരിക്കുന്നത് ദൈവം നമുക്ക് നൽകിയതാണ്. ഇനിയും നമ്മൾ എവിടേക്ക് എത്തിച്ചേരേണ്ടത്? ദൈവത്തിലേക്ക് തന്നെ എത്തിച്ചേരേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉപയോഗിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്നു. അപ്പോൾ ഈ ഓരോ അറിവുകളും, ഓരോ ചെടിയെപ്പറ്റിയുള്ള അറിവുകളും, ഓരോ ഔഷധത്തെപ്പറ്റിയുള്ള അറിവുകളും, ഇതൊക്കെ നമ്മൾ സ്വീകരിക്കാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും, ഇതൊക്കെ നമ്മൾ ഒരു പടി കൂടെ ദൈവത്തിന് നമുക്ക് നൽകിയ ദാനങ്ങളിലേക്കുള്ള ആ നന്മയിലേക്കുള്ള ഒരു തിരിച്ചറിവിൻ്റെ അവസ്ഥയിലേക്ക് നമ്മെ നയിക്കാനായിട്ട് ഈ ഓരോ എപ്പിസോഡും നമ്മെ സഹായിക്കട്ടെ. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.